ഹായ് ഡിയേഴ്സ്. അപ്പോൾ ഈ വർഷം ഇതായിരിക്കും ലാസ്റ്റത്തെ 8ൻ്റെ 16ൻ്റെ 32ൻ്റെ ഒക്കെ പണി എന്ന് വിചാരിക്കുന്നു. അപ്പം ഈ വർഷം 2-3 തവണ ഇതുപോലെ 8ൻ്റെ ഒക്കെ പണി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൽപ്പെട്ട ഒരു കേക്കായിട്ട് മാറട്ടെ, ഇനി അങ്ങോട്ടേക്ക് കിട്ടാതിരിക്കട്ടെ എന്നും കൂടെ പ്രാർത്ഥിക്കുന്നു. കാരണം വല്ലാത്തൊരു ടെൻഷൻ അടിച്ചിട്ടുണ്ടായിരുന്ന ഒരു ദിവസമാണ് 8ൻ്റെ പണി എന്നൊക്കെ പറയാം. കേക്ക് സ്റ്റാർട്ടിങ്ങിൽ തന്നെ പണി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. നമ്മുടെ സബ്സ്ക്രൈബർ കുട്ടി സാനിയയുടെ കേക്കാണ്. അപ്പോൾ നല്ല എന്താ പറയുക, സ്റ്റാർട്ടിങ്ങിന് ഞാൻ വിചാരിച്ചു നമ്മൾ ബേക്കിംഗ് ക്ലാസ് എല്ലാം ഉള്ളതുകൊണ്ട് നമ്മൾ റെസിപ്പി 1.5 kg റെസിപ്പിയും കൂടെ നമുക്ക് ഷൂട്ട് ചെയ്യാം എന്ന് വിചാരിച്ച് ഷൂട്ടിംഗ് ഒക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കാണ് നമ്മുടെ സ്റ്റാൻഡ് ഒന്ന് പൊട്ടിയിട്ട് വീണിട്ടുണ്ടായിരുന്നത്. അപ്പോൾ 1.5-യുടെ സ്പഞ്ചിൻ്റെ റെസിപ്പിയും കാര്യങ്ങളൊക്കെ എടുക്കാൻ തുടങ്ങിയതിൻ്റെ ആ മൂഡ് തന്നെ അങ്ങ് പെട്ടെന്ന് പോയി. സ്റ്റാൻഡ് പൊട്ടിയിട്ട് ഫോൺ അടക്കം താഴെ വീണു. അൽഹംദുലില്ലാ ഫോണൊന്നും കംപ്ലൈൻ്റ് ഒന്നും ഉണ്ടായിട്ടില്ല. അതായത് പുതിയ ഫോണാണ്, അതും കൂടെ പോയിട്ടുണ്ടായിരുന്നെങ്കിൽ പിന്നെ ഈ വർഷത്തെ നഷ്ടങ്ങളിൽ ഏറ്റവും വലിയ നഷ്ടമായി മാറിയേനെ. അപ്പോൾ മാഷാല്ലാ അതിന് കംപ്ലൈൻ്റ് ഒന്നും വന്നിട്ടുണ്ടായിരുന്നില്ല. പെട്ടെന്ന് കയ്യിൽ പെട്ടത് കൊണ്ട് ഫോൺ മുട്ടയിലങ്ങ് മുങ്ങിയിട്ട് കൊളാവാതെ രക്ഷിക്കാൻ വേണ്ടി പറ്റി. അപ്പോൾ അതിനുശേഷം പെട്ടെന്ന് ഇതുപോലെ ഒരു ഉടായ്പ സ്റ്റാൻഡ് ഉണ്ടാക്കി. കാരണം നമുക്ക് കേക്ക് റെസിപ്പി ബാക്കി വീഡിയോസ് എടുക്കാനുണ്ട്, ബാക്കി ഫോട്ടോസും പിന്നെ അത് മാത്രമല്ല വീഡിയോസും നമുക്ക് ഷൂട്ട് ചെയ്യാനുണ്ട്, ഫില്ലിങ്സും ഡിസൈൻസും ഒക്കെ ചെയ്യാനുണ്ട്. അപ്പോൾ ഇതുപോലത്തെ ഒരു തട്ടിപ്പ് സ്റ്റാൻഡും കൂടെ സെറ്റ് ആക്കിയതിന് ശേഷം ബാക്കി ഫുള്ളായിട്ട് ഓരോന്നും ചെയ്തു തുടങ്ങി. അപ്പോൾ തുടക്കം ഞാൻ വിചാരിച്ചു തുടങ്ങിയപ്പം തന്നെ 8ൻ്റെ പണിയാണല്ലോ പടച്ചോനേന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങിയത്. അത് തുടങ്ങി ലാസ്റ്റ് ആ കേക്ക് ഡെലിവറി വരെ 8 എന്നല്ല മക്കളെ, 16 അല്ല 32 അല്ല എന്ന് പറഞ്ഞ അവസ്ഥയിലാണ് ഈ ഒരു കേക്കിന് ഫുള്ളായിട്ട് പണി കിട്ടിയിട്ടുണ്ടായിരുന്നത്. നല്ല വല്ലാത്തൊരു അവസ്ഥയായി പോയിട്ടുണ്ടായിരുന്നു. ഞാൻ ആ തംബ്നെയിൽ കൊടുത്തത് കറക്റ്റാണ്, ആ ഒരു തംബ്നെയിൽ സെറ്റാണ് ഈ ഒരു കാര്യത്തിലെന്ന് എനിക്ക് തോന്നിപ്പോയി. അത്രയും ബുദ്ധിമുട്ടിട്ടുണ്ടായിരുന്നു, അത്രയും ടെൻഷൻ അടിച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു കേക്ക് ഡെലിവറി ചെയ്യുന്നത് വരെ. പിന്നെ പറയാൻ വേണ്ടിയിട്ട് വിട്ടുപോയിട്ടുണ്ടായിരുന്നു, നമ്മുടെ ചാനലിൽ കുറേ ആൾക്കാർ ലൈക്ക് ചെയ്യാതെയും കമൻറ്റ് ചെയ്യാതെയൊക്കെ ഇരിക്കുന്നുണ്ട്. ലൈക്ക് ചെയ്യാൻ മറക്കുന്ന ആൾക്കാർ വേഗം ഒന്ന് ലൈക്ക് ചെയ്തേക്ക്, മറക്കാൻ നിൽക്കണ്ട. അപ്പോൾ ഓർമ്മപ്പെടുത്താൻ വേണ്ടിയിട്ട് ചില ആൾക്കാരൊക്കെ വന്നിട്ട് പറയാറുണ്ട്, ഞാൻ ഇടയ്ക്ക് പറയുമ്പോഴാണ് ചില ആൾക്കാർ ലൈക്ക് ചെയ്യുന്നേ അല്ലെങ്കിൽ മറന്നു പോകുന്നത്. എന്തിനങ്ങനെ മറന്നു പോകുന്നേ? ഇടയ്ക്ക് അങ്ങ് കാണുന്ന സമയത്ത് ജസ്റ്റ് ആ ലൈക്കിൽ ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നഷ്ടമൊന്നുമില്ലല്ലോ. അപ്പോൾ ലൈക്ക് ചെയ്തേക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ 1.5 kg ടോളായിട്ടുള്ള കേക്കാണ്. അപ്പോൾ ചോക്ലേറ്റ് സ്പഞ്ച് ഞാനിവിടെ തയ്യാറാക്കിയിട്ട് അതിൻ്റെ സ്പഞ്ചൊക്കെ ലെയർ ചെയ്ത് വെച്ചു. അപ്പോൾ കുറേ ഭാഗങ്ങൾ നമ്മൾ മിസ്സായിപ്പോയി. ഇതിൻ്റെ ഇടയിൽ നമുക്ക് വേറെയും കേക്ക് ഉണ്ടായിരുന്നു, ക്രിസ്മസ് തീമായിട്ട് സ്കൂളിലേക്കും നോർമലി പോയതും ഒക്കെ കേക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയിലൊക്കെയാണ് നമ്മൾ ഈ ഒരു സ്റ്റാൻഡും കൂടെ പൊട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു കേക്ക് സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഓരോ ബുദ്ധിമുട്ടുകൾ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അതിനിടയിൽ വേറെയും കേക്ക് ഉണ്ടായതുകൊണ്ട് അതിൻ്റെ തിരക്കും പിന്നെ അതിൻ്റെ ഇടയിൽ ഈ സ്റ്റാൻഡ് സെറ്റ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടും ഒക്കെ ആയിട്ട് ലാസ്റ്റ് മൊത്തത്തിൽ പണിയായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്നത്തെ ദിവസം തന്നെ നല്ല തിരക്കുണ്ട്. അപ്പോൾ അതിനിടയിൽ ഇങ്ങനെയുള്ള കുറച്ച് ഇഷ്യൂസൊക്കെ ആയി. അൽഹംദുലില്ലാ കുഴപ്പമൊന്നും ഇല്ലാത്ത രീതിയിൽ ചെയ്തെടുക്കാം എന്നുള്ള രീതിയിൽ പിന്നെ വീണ്ടും ഞാൻ സ്റ്റാൻഡൊക്കെ സെറ്റ് ചെയ്ത് ക്രീം ബീറ്റ് ചെയ്ത് വെച്ചു. കുറച്ച് ക്രീം എടുത്ത് ഫ്രിഡ്ജിൽ കൊണ്ടുവച്ചു. പിന്നെ ചോക്ലേറ്റൊക്കെ ഗ്രേറ്റ് ചെയ്ത് നമുക്ക് ഉള്ളിൽ കൊടുക്കാനുള്ളത് ബ്ലാക്ക് ഫോറസ്റ്റ് ആണ്. ബ്ലാക്ക് ഫോറസ്റ്റ് റിച്ച് ആയിട്ടാണ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. നട്ട്സും നമ്മുടെ മിൽക്ക് മെയ്ഡും ഒക്കെ കൊടുത്തിട്ടാണ് ചെയ്യുന്നത്. പിന്നെ കുറേ ആൾക്കാർക്ക് വരുന്നതാണ് ചോക്ലേറ്റ്സ് ഭയങ്കരമായിട്ട് ഒട്ടിപ്പിടിക്കുന്നു. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഗ്രേറ്റ് ചെയ്തിട്ട് ഒന്ന് ഫ്രീസർ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ ഇതുപോലെ നല്ല സ്റ്റിഫായിട്ട് നല്ല കല്ല് പോലെ കിട്ടും നമ്മുടെ ചോക്ലേറ്റ്സ്. അപ്പോൾ അതുള്ളിൽ ഫില്ലിങ്സ് കൊടുക്കുന്ന സമയത്ത് ഭയങ്കരമായിട്ട് മെൽട്ടായിട്ടുള്ള ആ ഒരു പ്രോബ്ലംസോ ഒന്നും ഉണ്ടാവില്ല. പിന്നെ നിങ്ങൾക്ക് കയ്യിലെടുത്തിടുന്ന സമയത്ത് കയ്യിൽ ഒട്ടിപ്പിടിക്കുന്ന ഒരു പ്രോബ്ലം ഉണ്ടാവില്ല. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ എല്ലാവർക്കാരും വൈറ്റ് ചോക്ലേറ്റും ഡാർക്ക് ചോക്ലേറ്റും ഒക്കെ ഗ്രേറ്റ് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെച്ചോട്ടോ. അപ്പോൾ നമ്മുടെ റെഗുലർ കസ്റ്റമറുമാണ്, നമ്മുടെ സബ്സ്ക്രൈബർ കുട്ടിയുമാണ്. അപ്പോൾ അവർ ഓരോ വർഷവും നമ്മുടെ അടുത്ത് തന്നെയാണ് കേക്ക് വാങ്ങാറുള്ളത്. അപ്പം ആ ഒരു കേക്ക് സ്പെഷ്യലായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടായിരുന്നു. സിമ്പിളായിട്ടുള്ള ഡിസൈൻസാണ്. കഴിഞ്ഞ വർഷം നമ്മൾ നല്ല ഹെവി ആയിട്ടുള്ള ഡിസൈനാണ് അവളുടെ ബർത്ത്ഡേക്ക് നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നത്. നല്ല ഫോട്ടോയൊക്കെ വെച്ചിട്ട് മൊത്തം ഫോട്ടോയും ഫോട്ടോ പ്രിൻറ്റും മൊത്തത്തിലെ നല്ല റിച്ച് ലുക്കിലായിരുന്നു, കാണുന്ന കാഴ്ചയിൽ തന്നെയായിരുന്നു നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇപ്രാവശ്യം സിമ്പിളായിട്ട് മതി എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ കേക്ക് ഫില്ലിങ്സൊക്കെ റിച്ചായിട്ട് ചെയ്യാൻ പറഞ്ഞു, ഡിസൈൻസ് സിമ്പിൾ മതിയെന്ന്. അപ്പോൾ ആ ഒരു രീതിയിൽ നമ്മളുള്ളിൽ ഫില്ലിങ്സ് ചെറീസ് കട്ട് ചെയ്തതും ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തതും പിന്നെ നട്ട്സും പിന്നെ നമ്മുടെ മിൽക്ക് മെയ്ഡും ഫില്ലിങ്സ് ആയിട്ട് കൊടുത്തു കേട്ടോ. അപ്പോൾ നമ്മൾ 2 ടിന്നിലായിട്ടാണ് ബേക്ക് ചെയ്തെടുത്തിട്ടുള്ളത്. 8 ഇഞ്ചിൻ്റെ ടിന്നിലാണ്, 1.5 kg ആണ് കേക്ക് കേട്ടോ. അപ്പോൾ 4-5 ലെയേഴ്സ് എന്തായാലും ഉണ്ടാവും. അപ്പോൾ നല്ല ഫില്ലിങ്സും അതിനനുസരിച്ച് കൂടും, അതിനനുസരിച്ച് വെയിറ്റും കൂടും കേട്ടോ. അപ്പോൾ ഓരോ റെസിപ്പിയും ഓരോ മെത്തേഡും ഡിഫറെൻ്റ് ഉണ്ട്. ബ്ലാക്ക് ഫോറസ്റ്റ് ആണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, പല ആൾക്കാർക്കും
പലർക്കും പല രീതിയിലാണ്, പല ഡിസൈൻസിലാണ് കേക്ക് പറയുക. അപ്പോൾ ഡിസൈൻ മാറുന്നതനുസരിച്ച്, ടോൾ ആവുന്നതിനനുസരിച്ച്, നമ്മുടെ ടിന്ന് എത്ര ടിന്നെടുത്ത് ബേക്ക് ചെയ്യുന്നതിനനുസരിച്ച്, പിന്നെ നമ്മുടെ ബോക്സും ഇതൊക്കെ വരുമ്പോഴാണ് ആ കേക്കിന് ഡിഫറെൻ്റ് ആയിട്ടുള്ള റേറ്റ് വരുന്നത്. അല്ലാതെ ബ്ലാക്ക് ഫോറസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റ റേറ്റ് അല്ല, ഡിഫറെൻ്റ് ആയിട്ട് ചെയ്യുമ്പോൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള റേറ്റും മാറും. അപ്പോൾ ഉള്ളിൽ ഫില്ലിങ്സ് ഒക്കെ കൊടുത്തു സെറ്റാക്കി ലാസ്റ്റ് കുറച്ച് ബൾജ് ചെയ്തിട്ടുള്ളതൊക്കെ നമ്മൾ കട്ട് ചെയ്ത് ലെവൽ ചെയ്യുന്നുണ്ട്. ഒരുപാട് ബൾജ് ചെയ്ത് നിൽക്കുന്നുണ്ടെങ്കിൽ അത് കാരണം നമ്മൾ 2 ടിന്ന് യൂസ് ചെയ്യുമ്പോൾ എന്തായാലും ചെറിയൊരു മൈന്യൂട്ടായിട്ടുള്ള ഇഞ്ചസിൻ്റെ ഡിഫറൻറ്റ് ഉണ്ടാവും. അതുകൊണ്ട് അതൊന്ന് കട്ട് ചെയ്ത് കളയുക തന്നെ ചെയ്യേണ്ടി വരും കേട്ടോ. അപ്പോൾ ഞാൻ ക്രം കോട്ട് ചെയ്ത് ഫ്രീസറിൽ കൊണ്ടുവച്ചതിന് ശേഷം സെക്കൻഡ് ഐസിങ് ചെയ്യാണ്. അപ്പോൾ നമ്മൾ ആദ്യം നമ്മുടെ സ്റ്റാൻഡ് പൊട്ടിയിട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ അതൊരു ഇഷ്യൂ ആയിട്ട് നമ്മളത് റെഡിയാക്കി എടുത്തു. ഓരോ തിരക്കിനിടയിൽ അതൊക്കെ സെറ്റാക്കി, ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ടുള്ള നമ്മളെ സ്റ്റാൻഡ് സെറ്റാക്കി. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി ബാക്കിയുള്ള കേക്കും ഈ ഒരു കേക്കും ഒക്കെ വേഗം സെറ്റാക്കി വേഗം കൊടുക്കാം എന്ന് വിചാരിച്ചിട്ടായിരുന്നു ഈ സെക്കൻഡ് ഐസിങ് തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇവിടെ തൊട്ട് തുടങ്ങി വീണ്ടും ഓരോ ഇഷ്യൂസ് വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു പഠിച്ചോനെ പണികൾ വാങ്ങാം, വീണ്ടും ജീവിതം ബാക്കി എന്നുള്ള അവസ്ഥയിലായിരുന്നു, മൊത്തത്തിൽ ടെൻഷനായിട്ട്. അപ്പോൾ ഞാനിവിടെ വൈറ്റ് ക്രീം ഒരു 1/4 ഭാഗത്തോളം, മുകളിലും സൈഡിൽ ഒരു 1/4 ഭാഗത്തോളം മാത്രം കൊടുത്തു. അത് ഷാർപ്പ് ചെയ്യാണ്. താഴെ നമ്മൾ ക്രീം കൊടുത്തിട്ടില്ല, ക്രീം താഴെ വേറെ കളർ ക്രീം പൈപ്പ് ചെയ്ത് കൊടുക്കാനാണ് പോകുന്നത്. അപ്പോൾ മുകൾ ഭാഗം ഒന്ന് നീറ്റ് ചെയ്യുക, സൈഡ് ഒന്ന് ഷാർപ്പ് ചെയ്യുക, അങ്ങനെയൊക്കെ ചെയ്തതിന് ശേഷം ഞാനിവിടെ ലാവൻഡർ, പർപ്പിൾ ആ ഒരു ഷെയ്ഡിലാണ് മാജിക്കിൻ്റെ കളേഴ്സാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പം ചില കളേഴ്സ് നമ്മൾ വിചാരിക്കുന്ന കളേഴ്സ് ആയിരിക്കില്ല കിട്ടുക, ലൈറ്റ് ഷെയ്ഡായിരിക്കും, ചിലത് ഡാർക്ക് ഷെയ്ഡായിരിക്കും. അപ്പോൾ ഇതൊരു ലാവൻഡർ, പർപ്പിൾ ആ ഒരു ഷെയ്ഡിലാണ് വരുന്നത്. അപ്പം ഞാനിവിടെ ആദ്യം ചെയ്തിട്ടുള്ളത് നമ്മുടെ വലിയ സ്റ്റാർ നോസിൽ വെച്ചിട്ട് ഈ ഒരു ഡിസൈന് താഴെ ഫുള്ളായിട്ട് പൈപ്പ് ചെയ്ത് കൊടുത്തിട്ട് ആ ഒരു ലൈൻസ് വരുന്ന രീതിയിലാണ് ചെയ്യാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അത് മുൻപ് ഞാൻ കളർ ചേഞ്ച് ചെയ്ത് കൊടുത്തിട്ടുള്ള ഡിസൈൻ തന്നെയാണ്. അപ്പോഴൊന്നും ഒരു കുഴപ്പം ഉണ്ടായിരുന്നില്ല. ഇപ്പോഴാണ് ഇതിന് വേറൊരു ഇഷ്യൂ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഒരു കുഴപ്പമില്ലാതിരുന്ന ആ ഒരു ഡിസൈന് പലതവണ ചെയ്ത ഡിസൈൻ തന്നെ എന്തോ എനിക്കൊരു തൃപ്തിക്കുറവ്, ആ തൃപ്തിക്കുറവ് പോലെ തന്നെ അത് ഡാമേജ് ആവുകയും ചെയ്തു കേട്ടോ. അപ്പോൾ ഇതുപോലെ തന്നെ നമ്മൾ പൈപ്പ് ചെയ്ത് കൊടുക്കുമ്പം ഒരു ലൈൻസ് ഉണ്ടാവും. കാരണം നമ്മളിവിടെ സ്റ്റാർ നോസിലാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ആ ഒരു ലൈൻസ് കൊണ്ട് ഈ ഒരു ചുരുക്ക് പോലെ വരും. പിന്നെ അതിനെ ലൈൻസ് ഇട്ടിട്ട് കൊടുക്കുക. ഈ ഒരു ലൈൻസ് ഇട്ട് കൊടുക്കുന്ന സമയത്ത് ഫുൾ കവർ ചെയ്യുന്ന സമയത്തും ഒരു കുഴപ്പവും എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇതൊക്കെ സെറ്റ് ചെയ്തതിന് ശേഷം എന്തോ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് പോലെ എനിക്ക് തോന്നി. അപ്പോൾ ഡിസൈൻ മാറ്റിയാലോ എന്ന് വിചാരിച്ച് നിൽക്കുമ്പോഴേക്കും ആ കേക്ക് എടുക്കുമ്പോഴേക്ക് സൈഡ് പെട്ടെന്ന് എൻ്റെ കൈ അങ്ങ് പ്രസ്സായി ക്രീം ഡാമേജ് ആയി. അപ്പോൾ നമ്മൾ ഡിസൈനിങ് ഫുൾ കഴിഞ്ഞതാണ്, പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ആദ്യം തന്നെ ആ ഒരു ചിന്ത വന്നതുകൊണ്ടാണോ എന്നറിയില്ല, എൻ്റെ കൈയാണ് അവിടെ പണി തന്നത്. അപ്പോൾ ആ ഒരു ഡിസൈനിങ് മാറ്റി സ്ക്രേപ്പ് ചെയ്തിട്ട് ക്രീം ഒരുപാടുള്ളതൊക്കെ നമ്മളിങ്ങനെ എടുത്ത് മാറ്റി വീണ്ടും അവിടെ ക്രീം കൊടുത്ത് സെറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഒരു തവണ ചെയ്യുമ്പോൾ നമ്മുടെ ആ ഒരു ഡാമേജ് പറ്റിക്കഴിഞ്ഞാൽ പിന്നെ മനസ്സിനാകെ ഒരു ചടപ്പ് വരും. ആ സമയത്താണ് വീണ്ടും അതേ ഡിസൈൻ തന്നെ ചെയ്യുന്നത്. ആ ഡിസൈൻ വീണ്ടും ചെയ്ത സമയത്ത് ഒരു തൃപ്തിക്കുറവ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എങ്കിലും ലാസ്റ്റ് ഭാഗം വരെ ഞാൻ ആ ഒരു ഡിസൈനിങ് കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു കംപ്ലീറ്റ് ചെയ്ത് ഈ ഒരു ഡിസൈൻ ഞാൻ 2-3 തവണ ചെയ്ത് കൊടുത്തതാണ് കളർ ചേഞ്ചസിൽ. ഈ ഒരു ഡിസൈൻ അവർ സിമ്പിൾ മതി എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഈ ഒരു ഡിസൈനിങ് ചെയ്തത്. വീണ്ടും എനിക്ക് എന്തോ ഒരു ഇഷ്ടക്കുറവ്, ഞാൻ വീണ്ടും മാറ്റി. എന്തോ എനിക്ക് പറ്റുന്നില്ല, മൊത്തത്തിലേ ഒരു സാറ്റിസ്ഫാക്ഷൻ കുറവ് പോലെ. പിന്നെ നമുക്ക് തന്നെ ഇഷ്ടമില്ലാത്ത ഒരു ഡിസൈൻ ഒരിക്കലും കസ്റ്റമറിന് കൊടുക്കരുത്. ആ ഒരു രീതിയിലാണ് ഞാൻ, അല്ലാതെ ഇത് മതി എന്ന് വിചാരിച്ച് കൊടുക്കുന്ന ആ ഒരു മെത്തേഡ് ഞാൻ ഒരിക്കലും ചെയ്യാറില്ല. സിമ്പിളാണെങ്കിലും അവർക്ക് മാക്സിമം കുറച്ചും കൂടെ നീറ്റാക്കിയിട്ട്, പെട്ടെന്നൊക്കെ ഒരുപാട് തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ പെട്ടെന്ന് സിമ്പിൾ ഡിസൈൻസ് ചെയ്ത് കൊടുക്കാറുണ്ട്. ഞാൻ അധികം കൊടുക്കുന്നതും ചില ആൾക്കാർ സിമ്പിളായിട്ടുള്ള ഡിസൈൻസ് ചൂസ് ചെയ്യുന്നതാണ്. ചില ഡിസൈൻസൊക്കെ നമ്മുടെ ഇഷ്ടത്തിൽ ചെയ്യുന്നതാണ്. അല്ലാതെ ഇത്രയും സിമ്പിളായിട്ടുള്ള ഡിസൈൻസ് ആണോ യൂട്യൂബിൽ ഇടുന്നേ എന്ന് ചിന്തിക്കേണ്ട. കാരണം കസ്റ്റമേഴ്സ് പറയുന്നതാണ് നമുക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഇത് നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും, 1-2 തവണ അല്ല 3-4 തവണ ഞാൻ ക്രീം സ്ക്യൂസ് ചെയ്തു, അത് സ്ക്രേപ്പ് ചെയ്ത് കളഞ്ഞു, വീണ്ടും സ്ക്യൂസ് ചെയ്തു, വീണ്ടും സ്ക്രേപ്പ് ചെയ്ത് കളഞ്ഞു. അങ്ങനെ കുറേ തവണ ഇതുപോലെ സെറ്റാക്കി ലാസ്റ്റ് ഞാൻ വിചാരിച്ചു ഒരു കാര്യം ചെയ്യാം, ഇതുപോലെ ഫുള്ളായിട്ട് ക്രീം കൊടുത്തിട്ട് നമ്മൾ ആ ഒരു ഫോർട്ട് ലൈനിൻ്റെ ആ ഒരു ലുക്കിൽ മാത്രമാക്കിയിട്ട് മാറ്റാം. അധികം വലിയ ആർഭാടങ്ങളൊന്നും ഇല്ലാതെ മാക്സിമം സിമ്പിളാക്കാം എന്ന് വിചാരിച്ചിട്ട് വീണ്ടും ക്രീം കുറച്ച് കൊടുത്തു.
ഒന്ന് സ്ക്രേപ്പ് ചെയ്ത് ലെവൽ ചെയ്തു. താഴെ ഒരു 1/4 പോർഷനോളം നമ്മൾ ആ ഒരു പർപ്പിൾ കളർ, ആ ഒരു ലാവൻഡർ പർപ്പിൾ കളർ കൊടുത്തിട്ട് പിന്നെ നമ്മൾ ചെയ്തത് സിമ്പിളാക്കാൻ വേണ്ടിയിട്ട് വേറെ ഒരു ടൂൾസും ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. നമ്മുടെ നോർമലി ഫോർക്ക് വെച്ചിട്ടാണ് ലൈൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. സ്ക്രീപ്പറോ ഫോർക്കോ അല്ലെങ്കിൽ ടൂത്ത് പിക്കോ എന്ത് വെച്ചും ചെയ്യാം. ഫോർക്ക് ആവുന്ന സമയത്ത് ഇതുപോലത്തെ ഒരു ഡിസൈൻസാണ് വരിക. ജസ്റ്റ് ഒന്ന് താഴേന്ന് മുകളിലോട്ടേക്ക് ഒന്ന് ചരിച്ച് ചെയ്യുന്ന രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത്രയും സിമ്പിളാക്കിയിട്ട് ആർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയാക്കി മാറ്റിയെടുത്തു കേട്ടോ. അപ്പോൾ ഇത് ഫുള്ളായിട്ടും ആ ഒരു ഫോർക്കിനെ ഫുള്ളായിട്ട് കവർ ചെയ്യുന്ന രീതിയിൽ ലൈൻസ് കൊടുത്തു. ഫുൾ അടുപ്പിച്ച് വേണം ചെയ്യാൻ. ഞാനിവിടെ കുറച്ച് ഗ്യാപ്പ് വിട്ടിട്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ഗ്യാപ്പ് വിട്ട് ലൈൻസ് കൊടുത്തതിന് ശേഷം പിന്നെ ഇതിനെ കുറച്ചും കൂടെ ഒന്ന് ഭംഗി കൂട്ടാൻ വേണ്ടിയിട്ട് സെയിം രീതിയിൽ തന്നെ ഫ്ലവേഴ്സും പിന്നെ സിൽവർ ഫ്ലേക്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിന് ഒരുപാട് ഫ്ലവേഴ്സോ കാര്യങ്ങളൊന്നും കൊടുക്കുന്നില്ല. കാരണം നല്ല ഹെവി ആക്കിയിട്ട് ഡിസൈൻ വേണ്ട എന്ന് പറഞ്ഞതുകൊണ്ട് മാക്സിമം സിമ്പിളാക്കുക, എന്നാൽ മാക്സിമം കുഴപ്പമില്ലാത്ത രീതിയിൽ കുറച്ചൊരു ഫ്ലവേഴ്സ് ഡിസൈൻസ് കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഞാൻ ഇവിടെ റോസിൻ്റെ പെറ്റൽ നോസിലാണ് യൂസ് ചെയ്തിട്ടുള്ളത്. കുറേ ആൾക്കാർ ചോദിക്കാറുണ്ട് നോസിൽസിൻ്റെ ഫോട്ടോസ് അയക്കാൻ വേണ്ടിയിട്ടും പേര് പറയാൻ വേണ്ടിയിട്ടും. ചില നോസിൽസിനൊന്നും പേരുണ്ടാവുന്നില്ല കേട്ടോ, അതുകൊണ്ടാണ് പേര് പറയാത്തത്. പല നോസിൽ വെച്ചിട്ടും ഡിസൈൻ ചെയ്യുന്നതിൻ്റെ വീഡിയോ ഞാൻ സെപ്പറേറ്റ് ആയിട്ട് വീഡിയോസ് ഇട്ടിട്ടുണ്ട്. ഒറ്റ നോസിൽ വെച്ച് തന്നെ ഡിഫറെൻ്റ് ആയിട്ട് പല ഫ്ലവേഴ്സ് വരക്കുന്നതും പല തരത്തിൽ ഫ്ലവർ നോസിൽ വെച്ച് തന്നെ ലീഫ് വരക്കുന്നതും ഒക്കെ ഞാൻ വീഡിയോസ് ഇട്ടിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ലിങ്ക് ഞാനിവിടെ കമൻറ്റിൽ പിൻ ചെയ്ത് വെക്കാം, ഇല്ലാന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഒരു വലിയ ഫ്ലവറും അതിനേക്കാൾ കുറച്ചും കൂടെ ചെറിയ ഫ്ലവറും പിന്നെ കുഞ്ഞു മൊട്ട് പോലെയുള്ള ഫ്ലവേഴ്സും കൊടുത്തു. പിന്നെ അതേ നോസിൽ തന്നെ അതേ ക്രീം തന്നെ ഷെൽ നോസിൽ ഇട്ടിട്ട് ഞാൻ പൈപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. റൗണ്ട് ചെയ്തിട്ട് ലെഫ്റ്റ് റൈറ്റ് ആയിട്ട് റൗണ്ട് ചെയ്തിട്ട് ആ ഒരു ഫ്ലവറിന് ചുറ്റുമായിട്ട് കൊടുക്കുന്നുണ്ട്. ഈ ഒരു കേക്കിന് നമ്മൾ ഒരുപാട് കളർ ഫുള്ളാക്കുന്നില്ല. ആ ഒരു 2 കളറിലും മാത്രം, വൈറ്റും ആ ഒരു ലാവൻഡർ കളറിലും മാത്രമായിട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ ഒരുപാട് ഹെവി ആക്കുന്ന സമയത്ത് ഭയങ്കര ആർഭാടായിപ്പോൾ. അപ്പം നമുക്കിത് ഇവിടെ ഈ ഒരു വെയിറ്റ് ആണ് വരുന്നത്. കാരണം നമ്മൾ ടോളായിട്ട് ചെയ്യുമ്പോൾ ഒരിക്കലും ആ ഒരു കറക്റ്റ് 1.5 kg ഒന്നും വരില്ല. 1 kg ആയാലും അത്യാവശ്യം കുറച്ച് വെയിറ്റ് കൂടും കേട്ടോ. അപ്പോൾ ടോളായിട്ടുള്ള കേക്കിനും എക്സ്ട്രാ റേറ്റ് വരും. നമ്മൾ നോർമലി വാങ്ങുന്ന റേറ്റ് അല്ല വരിക. അപ്പോൾ അതിൻ്റെ ബോക്സും ഒക്കെ ഡിഫറെൻ്റ് ആണ്. അപ്പോൾ കുറേ ആൾക്കാർക്കുള്ള സംശയങ്ങളാണ് കേട്ടോ, അതൊക്കെയാണ് ഇവിടെ ഞാൻ തീർത്ത് തരുന്നത്. അപ്പോൾ ഇതിൽ ഞാൻ സിൽവർ ഫ്ലേക്സ് സൈഡിൽ നിന്നും മറ്റൊരു സൈഡിലോട്ടേക്കായിട്ട് പോകുന്ന രീതിയിലാണ്. പിന്നെ ഫോണ്ടൻറ്റിൽ പേര് എഴുതി, ഫോണ്ടൻറ്റും വൈറ്റും പർപ്പിളും ആ ഒരു കളർ ഷെയ്ഡിലാണ്. പിന്നെ കുറച്ചൊരു ഗോൾഡൻ ഷെയ്ഡ് അവിടെ ഇവിടെ ആയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ഫോണ്ടൻറ്റിൽ ഡബിൾ ഷെയ്ഡ് എങ്ങനെയാണ് ഫോണ്ടൻറ്റിൽ ഇതുപോലെ ആക്കിയിട്ട് പേര് എഴുതാമെന്നും കഴിഞ്ഞ ഇതിൽ സ്റ്റാറ്റസ് ഇട്ട സമയത്തും ഫോട്ടോ എടുത്ത സമയത്തൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. കുറേ വീഡിയോസിൽ ഞാൻ ഇതുപോലത്തെ പേര് ഡബിൾ ഷെയ്ഡ്, ത്രിബിൾ ഷെയ്ഡ് ആക്കിയിട്ടൊക്കെ വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോ നമ്മുടെ ചാനലിലുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. പിന്നെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഡിസൈൻസും കാണാൻ വേണ്ടിയിട്ട് മറക്കണ്ട കേട്ടോ. അപ്പോൾ ഞാൻ എന്താ കേക്കൊക്കെ ഡെലിവറി ചെയ്യാൻ വേണ്ടിയിട്ട് വണ്ടി സ്റ്റാർട്ടാക്കാൻ നോക്കുമ്പോഴേക്കും ഇതാ അവിടെ അടുത്ത പണി എന്ന് പറയുമ്പോൾ ഈ കേക്കിൽ തന്നെ അടുത്ത പണികൾ വന്നുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെ നോക്കിയിട്ട് വണ്ടി സ്റ്റാർട്ടാവുന്നില്ല. പെട്രോളൊക്കെ അത്യാവശ്യത്തിനുണ്ട് കേട്ടോ, എന്നിട്ടും സ്റ്റാർട്ടാവുന്നില്ല. പിന്നെ ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയായി. കാരണം കസ്റ്റമർ അവിടെ നിന്ന് വിളി തുടങ്ങി. അവരോട് പറഞ്ഞ സമയം കഴിഞ്ഞു. കാരണം ഞാൻ ഈ വണ്ടിയുടെ കൊണ്ട് കുറച്ച് സമയം അവിടെ സ്പെൻഡായി. അപ്പോൾ അവർ വിളി തുടങ്ങിയ സമയത്ത് വേഗം ഓട്ടോ വിളിച്ചു. ഓട്ടോയിലാണ് ലാസ്റ്റ് അത് ഡെലിവറി ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓട്ടോ വിളിച്ചിട്ടാണെങ്കിൽ ഒരു 5-10 മിനിറ്റ് അതിന് വെയിറ്റ് ചെയ്തു. അവർ ഇവിടെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും വെയിറ്റ് ചെയ്തു. അപ്പോൾ അവിടെയും ടൈം കുറേ സ്പെൻഡായി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്നത്തെ കേക്കിൻ്റെ ഇത് കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ മൊത്തത്തിൽ ടെൻഷനായി. നമ്മുടെ സ്റ്റാൻഡ് പണി തന്നു, കേക്ക് പണി തന്നു, ഡിസൈൻസ് പണി തന്നു, ലാസ്റ്റ് ഡെലിവറി പണികളൊന്നും ഇല്ലാത്ത വെറൈറ്റി ഡിസൈൻസും കേക്ക് വർക്കും ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട, സബ്സ്ക്രൈബ് ചെയ്തേക്കണേ.